നമുക്ക് ആരാധന ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല ദൈവമേ, കർത്താവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അടിയങ്ങൾ കർത്താവെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കർത്താവെ കൈക്കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരമരുളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിൽ അടിയുറച്ച് നിലനിൽപ്പാൻ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിയാട്ടെ. വിവിധ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ ഈ ആരാധനയിൽ പങ്കാളികളാകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദിവ്യ കൃപയിൽ മറവിൽ മറച്ചാട്ടെ. ബലഹീനതയോടെ ഏൽപ്പിക്കട്ടെ. ആദ്യോടന്തം അങ്ങയുടെ കൃപയിൽ മറവിൽ മറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ നാമത്തിനും സ്തുതിക്കുമായി ഞാൻ കീർത്തനങ്ങളിൽ 7-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 7. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ 2-ാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. 2-ാമത്തെ പ്രാർത്ഥന. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശ്വസ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല.
യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്ന നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നെ കഷ്ടമായി ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കേണമേ. എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ നങ്ങണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെ വാക്യപ്രതിവാക്യമായി നമുക്ക് പറയാം. കർത്താവിനെ സ്തുതിക്കുവിൻ, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം ഈ സമയം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 119 89-ാം വാക്യം മുതൽ 104-ാം വാക്യം വരെ. സങ്കീർത്തനം 119 89 മുതൽ 104 വരെ. യഹോവയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു.
നിന്റെ വിശ്വസ്ത തലമുറകളോട് ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ ന്യായപ്രമാണം നിലനിൽക്കുന്നു. സർവ്വസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം പ്രമോദമായിരുന്നെങ്കിൽ ഞങ്ങളുടെ കഷ്ടത നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഞാനും എന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സംഭവത്തേക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ ചിന്തമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ നിശ്ചലങ്ങളെക്കാൾ ബുദ്ധിമാക്കുന്നു. അപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ഞാൻ വൈദ്യുതിയാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വലിക്കുന്നു. നിന്നെ ഉപദേശിക്കാതെ ഞാൻ നിന്റെ വിട്ട് മാറില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായുക്ക് തേനും നല്ലത്. നിന്റെ പ്രമാണങ്ങൾ ഞാൻ ഉപയോഗമുള്ളതാകുന്നു. അതുകൊണ്ട് ഞാൻ സകലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി സമയം ചൊല്ലാം. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതിയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞുമുറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവനെ എന്നും പൊഴുത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളും ഈ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവസ്ഥയാവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പൊഴുത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാത്തിനും ഇതേ മഹോന്നതനും ആകുന്നുവല്ലോ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം.
ദൈവമേ നമുക്ക് സ്തോത്രമുണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഈ സമയം ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. ആകാശം ഭൂമി നിന്റെ പ്രഭാവമൊത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാസമോ നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തെല്ലാവരുമുള്ള വിശ്വസഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ ഓർത്തില്ല. നീ ദൈവത്തിനുള്ള ഭാഗത്ത് പിതാവിന്റെ പ്രവാഹത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വില രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ ഇടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. സ്മരിക്കാം രണ്ടാം പാട്ട്. സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ 29-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. കർത്താവിന്റെ നാമത്തിനും സ്തുതിക്കുമായി
ജ്ഞാനകീർത്തനങ്ങളിൽ 210 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 210. സ്മരിക്കാം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവിനോട് ചേർന്നായിരിക്കാൻ, വചനത്തിന് മറവിലായിരിക്കാൻ ദൈവം നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവ ജനത്തെ സജ്ജമാക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമായി നാം ചിന്തിക്കുന്ന ദിവസമാകുന്നല്ലോ. വൈദിക വിദ്യാഭ്യാസ ഞായറായി കൂടെ നാം ആചരിക്കുന്ന ദിവസമാകുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് നിന്നുകൊണ്ട് അല്പമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ അവിടെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനും മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെയും ഉപമയെക്കുറിച്ച് ദൈവം കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ സത്യങ്ങൾ കഥയുടെ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി നൽകുക, വളരെ ലളിതമായ കഥകളിലൂടെ വിലയേറിയ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു ഉപമകളിൽ കൂടെ. ദൈനംദിന ജീവിതത്തിൽ തങ്ങൾ കാണുകയും അനുഭവിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വിലയേറിയ സത്യങ്ങളും നന്മകളും പകർന്ന് നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. അതൊക്കെ ഒരു ഡീപ്പർ സ്പിരിച്വൽ മീനിങ്ങോടുകൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് അതിനൊരു ഡീപ്പ് ഇൻ്റലക്റ്റ് വേണം എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ വളരെ ലളിതമായി പറഞ്ഞാൽ കർത്താവ് എന്തു പറയുന്നോ അത് കേൾക്കുവാനുള്ള ഒരു തുറന്ന മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഓപ്പൺനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നാം വായിച്ചു കേട്ട ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ഈ ഉപമ പറഞ്ഞത് ഏത് സാഹചര്യത്തിലായിരുന്നു, ഏത് കോണ്ടെക്സ്റ്റിലായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദി സെർമൺ ഓൺ ദി മൗണ്ട്, ഗിരിപ്രഭാഷണത്തിന് തൊട്ട് യേശു കർത്താവ് പ്രസംഗിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളാണ് നാം അതിനുശേഷം വായിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം ദൈവരാജ്യത്തിലെ അംഗങ്ങളാകാം, അംശികളാകാം എന്നുള്ളത് വളരെ വിപുലമായ രീതിയിൽ പറയുകയുണ്ടായി.
നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം തൊട്ട് 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ കർത്താവ് പറയുന്നത് ഇപ്രകാരമായിരുന്നു. ബീയിങ് എ ക്രിസ്ത്യൻ ഈസ് നോട്ട് ആൻ ഈസി ഓപ്ഷൻ. ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു ഓപ്ഷൻ അല്ല എന്ന് പറയുന്നു. 13ഉം 14ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഇടുക്ക വാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എളുപ്പമുള്ളതല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് തുടർന്ന് 15ഉം 16ഉം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ആളുകൾ നിങ്ങളുടെ അടുക്കൽ വരും, അവർ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു, അവർ നിങ്ങളെ ഉപദ്രവിക്കും എന്നൊക്കെ കർത്താവ് പറയുകയാണ്. അതായത് ചേർന്ന് പറയുന്നുണ്ട്, എന്നാലും യു വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദം, അവരെ തിരിച്ചറിയുവാനായി നിങ്ങൾക്ക് സാധിക്കും. അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. 4-മതായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിന് നമ്മുടെ നിലപാടുകളിലാണ് താല്പര്യം, നമ്മുടെ മനോഭാവത്തിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പറയുന്നു, നിങ്ങൾ ശരിയായ കാര്യങ്ങൾ പറയുന്നതിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ നിങ്ങളത് ചെയ്യണം എന്ന് കർത്താവ് പറയാണ്. ഇറ്റ്സ് നോട്ട് ദ മാറ്റർ ഓഫ് സേയിങ് റൈറ്റ് തിങ്സ് ബട്ട് റാദർ ഡൂയിങ് റൈറ്റ് തിങ്സ് എന്നാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് പറയുകയാണ് ഈ പ്രഭാഷണത്തിൽ. ഇതാണ് നാം ചിന്തിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് കർത്താവ് ഈ 2 അടിസ്ഥാനങ്ങളിൽ മേൽ വീട് പണിത മനുഷ്യരുടെ ഉപമ പറഞ്ഞ് തുടങ്ങുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നമുക്ക് ധ്യാനിച്ച് വിരാമമിടാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമ്മളവിടെ കാണുന്നത് ഒരു ഹൗസാണ്, വീടിനെ പറ്റിയുള്ള പരാമർശമാണ്. ഈ ഉപമ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ വീട് വീടിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ അവിടെ ദിസ് ഈസ് നോട്ട് എ മാനുവൽ ഫോർ ബിൽഡിംഗ് ഹോം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 2 മനുഷ്യരുടെ കഥ പറയുമ്പോൾ 2 സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരുടെ കഥ കർത്താവായ യേശുക്രിസ്തു ഓർപ്പിക്കുകയാണ്. അവരുടെ 2 പേരുടെയും സ്വപ്നം ഒന്നാണ്, വീട് പണിയുക എന്നുള്ള ഉദ്ദേശം, അവരുടെ ആഗ്രഹം, അവരുടെ സ്വപ്നം. വളരെ ലളിതമായ രീതിയിൽ യേശു കർത്താവ് ഈ മനുഷ്യരുടെ സ്വപ്നം, ഈ മനുഷ്യരുടെ ആഗ്രഹം അവർ നിവർത്തിക്കുന്നത് പറഞ്ഞു നൽകുകയാണ്. ഹിഡൻ മീനിങ്, വളരെയേറെ ആഴമേറിയ അർത്ഥമുള്ള സത്യം ഈ കഥാരൂപേണ കർത്താവ് പറയുകയാണ്. ഇവിടെ ഹൗസ് എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് റെപ്രസെൻറ്റ്സ് അവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മനുഷ്യ ഹൃദയങ്ങളെയാണ്, മനുഷ്യരെയാണ്, നിങ്ങളെ തന്നെയാണ് ഈ വീട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് യു ഹാവ് ടു ഡിസൈഡ്, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്, നിങ്ങൾ എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ, ദൈവിക ഇഷ്ടത്തിനനുസരിച്ചാണോ വീട് പണിയുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത് നാം അവിടെ കാണുന്നു ഫൗണ്ടേഷൻ എന്നുള്ള അടിത്തറയെക്കുറിച്ചാണ്. എപ്രകാരമുള്ള ഒരു അടിത്തറയിലാണ് നിങ്ങളുടെ ഭവനം നമ്മുടെ ജീവനോട് ഓമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങൾ പണിയുന്നതെന്ന് ചിന്തിക്കാം. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എപ്രകാരമുള്ള അടിത്തറയിട്ട് പണിയണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത് ബോത്ത് റിലേറ്റ് ടു വാട്ട്
ക്രൈസ്റ്റ് ഈസ് സെയിങ്. ക്രിസ്തു എന്താണോ പഠിപ്പിക്കുന്നത് അത് കേൾക്കുക, അത് കേട്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അടിത്തറ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള അടിത്തറകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പറ്റി പറയുകയാണ്. മണലിന്മേൽ വീട് പണിത മനുഷ്യനും കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെ കേട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ അത് ആഴമായി പതിച്ചില്ല, ഹൃദയത്തിൽ അത് ചെന്നില്ല. കാരണം ഇറ്റ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ ആക്ഷൻ. കർത്താവ് പറഞ്ഞത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരിക്കലും ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. അവർ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അധ്യാപകനോട് ചോദിക്കുകയും അധ്യാപകൻ അതിനൊക്കെ മറുപടി നൽകുകയൊക്കെ ചെയ്തു. ക്ലാസ്സിന് ഏറ്റവും ഒടുവിൽ ഈ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, വുഡ് യു ലൈക്ക് ടു ഫോളോ ക്രൈസ്റ്റ്? നിങ്ങൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർ വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ്, അവർ ഒരു മടിയും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, എ ബിഗ് നോ. കാരണം ഈ പറഞ്ഞതുപോലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന പോലെ കർത്താവിനെ അനുഗമിച്ച് ജീവിക്കണമെങ്കിൽ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളാരും കർത്താവിനെ അനുഗമിക്കുവാനോ കർത്താവിനെ പിൻപറ്റുവാനോ ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ല എന്ന് അവർ പണിയുകയുണ്ടായി. ഈ മണലിന്മേൽ വീട് പണിത വ്യക്തിയുടെ വീടും വളരെ മനോഹരമായ ഒരു വീടായിരുന്നു, വളരെ ഭംഗിയുള്ള ഒരു വീടായിരുന്നു. നമ്മൾ എപ്രകാരമാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ ജീവിതങ്ങളെ പണിയുന്നത്, എപ്രകാരമുള്ള അടിത്തറയിലാണ് പണിയുന്നതെന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട് പണിതത് പാറമേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് പണിതത്. 24-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറയുന്നത് ഈ മനുഷ്യൻ കർത്താവിനെ കേൾക്കുക മാത്രമല്ല, കർത്താവ് എന്തു പറഞ്ഞോ അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പാറ എന്ന് പറയുന്നത് നോട്ട് ഓൺലി സ്ട്രോങ് ബട്ട് ഇറ്റ്സ് സോളിഡ് അല്ലേ. എന്ത് സംഭവിച്ചാലും അതിന് ഒരു മാറ്റവും വരികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് ഇവർ രണ്ടുപേരും തങ്ങളുടെ ഭവനങ്ങളിൽ they were comfortable in their houses അല്ലേ. കാലാവസ്ഥ അനുകൂലമൊക്കെ ആയിരുന്നു ആദ്യം. രണ്ടുപേരും അവരൊരു പണിത ഭവനങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. രണ്ട് ഭവനങ്ങളും കാണുവാൻ മനോഹരമായിരുന്നു. ഈ ഉപമകൾ നാം ചിന്തിക്കുമ്പോൾ, ഉപമയ്ക്കുള്ളിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളെ അതിലേക്ക് ചായ്ക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യം, നമുക്കിനിയും സമയമുണ്ട് കർത്താവിലേക്ക് തിരിയുവാൻ, കർത്താവ് പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് പൊക്കോട്ടെ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, the time to think about God is now near and this is the time. ഇതാകുന്നു ശരിയായ സമയം. ഇനിയും മാറ്റിവെക്കുവാനുള്ള അവസരം നമുക്ക് ഇല്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഈ നിമിഷം കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇതാകുന്നു നിങ്ങളുടെ ലാസ്റ്റ് ഡേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഹൗ വിൽ യു ലീവ്? എങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതങ്ങൾ? ആർ യു റെഡി ടു മീറ്റ് ഗോഡ്? കർത്താവിനെ കാണുവാൻ, കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാണോ, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെയാണ് ജീവിതത്തിൽ അടുത്ത ചിന്തയിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരികയാണ്. നമ്മുടെ ഭയങ്ങളാണ് അല്ലേ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാറ്റും കോളും പേമാരിയും എല്ലാം നമ്മുടെ പ്രയാസങ്ങളാണ് അല്ലേ. മണി അല്ലേ, പൈസയെക്കുറിച്ചുള്ള പ്രയാസം, ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള സങ്കടം, ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രയാസം, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ബുദ്ധിമുട്ട്, എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങൾ. ഒരു തരത്തിൽ നാം ഇന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ എല്ലാവരും ഓടുന്നത് കാശുണ്ടാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അത് ഏത് തലം വരെയും പോയി സമ്പാദിക്കുക എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടെ തന്നെയാണ് മനുഷ്യരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം റിസൾട്ട് എന്താണെന്ന്, നമ്മുടെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് എപ്പോഴാണ് അറിയാമോ? അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ പ്രയാസത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ
അവിടെ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ചിന്തിക്കുന്നത് ദി ഹൗസ് ഓൺ ദി റോക്ക് റിമെയിൻസ് സ്ട്രോങ്. പാറമേൽ പണിത വീട് ഉറച്ച് നിന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വൻമന പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, മണൽമേൽ പണിതത് നിലം പൊത്തി, പാറമേൽ പണിതത് നിലനിന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തീയ ജീവിതം ദൈവ വചനത്തിൽ പണിയപ്പെടണം എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവ വചനം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം, അത് അനുസരിക്കുന്നവരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പാറമേൽ വീട് പണിത മനുഷ്യന് സദൃശനാണോ അതോ മണൽമേൽ വീട് പണിത മനുഷ്യന് തുല്യനാണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങൾ എപ്രകാരം നാം ക്രമപ്പെടുത്തിയിരിക്കുന്നു, എപ്രകാരം നാം ജീവിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരെ സജ്ജമാക്കുവാൻ, ദൈവരാജ്യത്തിനായി മറ്റുള്ളവരെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലൂടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ, കർത്താവ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിനോടുകൂടെ ഞാനും നിങ്ങളും എടുക്കപ്പെടുമോ, കർത്താവിനെ മുഖാമുഖം കാണുവാൻ നമുക്ക് സാധ്യമായി തീരുമോ എന്നുള്ള ചോദ്യം നമ്മെ ഭരിക്കുമാറാകട്ടെ. യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായുള്ള വിശ്വസിൽ ഞാൻ വിശ്വസിക്കുന്നു. മുമ്പ് ശുദ്ധാത്മാക്കൾ ഞാൻ പാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം അവിടുന്ന് ജീവയുടെ പരിശോധിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാലക്കാസുബലും സർവത്തിലും പാമോനത്തിലും പ്രാർത്ഥനയ്ക്ക് അല്പസമയം നമുക്ക് വേർതിരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം ശരിപ്പെടണമേ, രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശിലേക്ക് കടത്താതെ ദുഷിക്കണമേ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ ജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ചു. ഞങ്ങൾ യാതൊരു പ്രതികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശുദ്ധപ്പെടാക്കുന്നതൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ കർത്താവായ ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല നമ്മളുടെയും കാരണം ദാതാവുമായ സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ചതിൽ നിന്നെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തുമാറണമെന്ന് ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദിവസത്തിൽ അല്പസമയം ചെലവഴിക്കാം. നിങ്ങളെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ ദൈവം കൃപ നൽകി. മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നൽകിയിരിക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ ദേശത്തെ, സംസ്ഥാനത്തെ, രാജ്യത്തെ എല്ലാ ദൈവവരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൊറോണ എന്ന മഹാവ്യാധിയാൽ ജനങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, സൗഖ്യം നൽകുന്ന അങ്ങയുടെ കരങ്ങള് കർത്താവേ ദേശത്തിന് മേലെ വ്യാപരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഒരാൾക്ക് പോലും ഈ രോഗം പകരുവാനോ പ്രയാസപ്പെടുവാനോ ഒന്നും ഇടയാക്കരുതേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടർമാരെയും നേഴ്സുമാരെയും ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നാട്ടിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ, യാത്രാ ക്രമീകരണങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുമിച്ച് ആലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളും കുറവുകളും കണക്കിടരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇടവയ്ക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കാം. വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. സംഘടനകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തെ ഓർക്കാം. യൗവനത്തിൽ തന്നെ ശിഷ്ടാവിനെ ജീവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായും കൃപകൾക്കായും സ്തോത്രം ചെയ്യാം. നിന്റെ മക്കളുടെ സുരക്ഷ അങ്ങ് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അരുണയും ജീനുവിനെയും ലഭിച്ചവയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവശാനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മഹായിടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദക്ഷിണ തിരുമേനിയെ ഓർക്കാം. പട്ടക്കാരെ, സഭാ ശുശ്രൂഷകരെ, ഇസ്മായിൽ പ്രദേശങ്ങളെ, സിസ്റ്റർമാരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പുതിയൊരു തെരഞ്ഞെടുപ്പിനായി സഭ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ നടത്തിപ്പതിലുണ്ടായിരിക്കുമാറാകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവിൻ നാമത്തന്നെ നമുക്ക് സ്തോത്ര പ്രാർത്ഥനകളിൽ പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന സമയം ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെ പിതാവേ, അഗ്രടിയരോടും സകല മനുഷ്യരോടും എന്നൊക്കെയായിട്ടും അതിനായിട്ട് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സമയത്ത് വേണ്ടിയും എല്ലാത്തിനും മേലാഞ്ഞ കഥാവാശ്വാസം മൂലം ലോകത്തെ വീണ്ടെടുത്തതിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മതത്തിൽ പ്രത്യാശയ്ക്ക് വേണ്ടിയും സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായുള്ള തീരേണ്ടതിനും മുമ്പാകെ നടന്നു ഇങ്ങനെ ഞങ്ങളുടെ അതിരങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ നമ്മളെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും ബോധങ്ങൾക്ക് വേണമേ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരെ നിനക്ക് പരിശുദ്ധാത്മാവിനും ബഹുമാനം മഹത്വവും കാലാവസ്ഥ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായി നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കേൾക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കും. നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുമെന്ന് കണ്ടറിയുവാനും അവയെ വിശ്വസിയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കാനും ഞങ്ങളുടെ കർത്താവായി മൂലം കൃപ അരുളണമേ. നോട്ടീസായിട്ടുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു ആരാധിപ്പാൻ കർത്താവിൻ്റെ കൃപ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദേശത്തിൻ്റെ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടും കണ്ടെയ്ൻമെൻറ്റ് സോണുകളാകുന്നുവല്ലോ. എല്ലാവരും കഴിവതും ഭവനങ്ങളിൽ തന്നെ തുടരുകയും സുരക്ഷിതരായിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഈ മാസത്തെ പിറന്നാൾ, വിവാഹ, ദശാംശ സ്തോത്രങ്ങളും മറ്റ് കവറുകളും ഒക്കെ ജയിച്ചാൻ വീടുകളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ജയിച്ചാനെ ഏൽപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ദേവാലയത്തിൽ കടന്നു വരുന്ന സമർപ്പിക്കാനായിട്ട് നമുക്ക് ഈ അവസരത്തിൽ സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആലയത്തിൻ്റെ നടത്തിപ്പിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇത് വളരെ ആവശ്യമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കാര്യങ്ങളൊക്കെ സഹകരിക്കണം എന്ന് ഓർപ്പിക്കുകയും ചെയ്യും. കീർത്തനങ്ങളിൽ 454 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 454. സമയം സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കും.
നമുക്ക് നമ്മുടെ വഴിപാടുകളെയും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണം എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ആമേൻ. ഗീതങ്ങളിൽ 16-ാം ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 16. പിതാവായ ദൈവമേ, കർത്താവേ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ നൽകിയ കൃപകളെ ഓർത്ത് സ്തോത്രം. കർത്താവേ, പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകുവാൻ, കർത്താവേ, അങ്ങയുടെ വചനം ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അതനുസരിക്കുന്നവരായി നിലനിൽപ്പാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭവനങ്ങളിലായിരുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ഭാവി ആരാധനയിൽ പങ്കാളികളാകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമായ കർത്താവേ, സൗഖ്യം ആവശ്യമായ പ്രിയപ്പെട്ടവരുണ്ട്. വ്യത്യസ്തമായ ആവശ്യങ്ങളാൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളെ കണക്കിടാതെ തുടർന്നും ഞങ്ങളെ പരിപാലിക്കുമാറാകണം. സകലവും യേശു നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം.